Hello guys, I am Atmaz and welcome back to my channel Super Earners. നമ്മളാണ് സൂപ്പർ ഏണേഴ്സ് ഓർ സൂപ്പർ ഹീറോസ്. സൂപ്പർ ഏണേഴ്സിന് വേണ്ടി ഒരു പുതിയ മാറൽ ഇവിടെ ഇരിക്കില്ല. സൂപ്പർ ഹീറോ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ ഒരുപാട് നാളത്തെ ലീക്കുകൾക്കും റൂമേഴ്സിനൊടുവിൽ അങ്ങനെ മാർവൽ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ ഒഫീഷ്യൽ ടീസർ അങ്ങനെ പുറത്തുവിട്ടിരിക്കുകയാണ്. ആദ്യം തന്നെ പറയണമല്ലോ ഗൈസ്, മാർവൽ നമ്മളെ പ്രാങ്ക് ചെയ്തിരിക്കുകയാണ്. ഇതിലേക്ക് ടീസർ വരുമെന്ന് പറഞ്ഞിട്ട് അവരൊരു ലോഞ്ച് ഇവൻ്റ് പോലെയാണ് കൊണ്ടുപോയത്. കുറേ നേരം നമ്മളെ പ്രാങ്ക് ചെയ്തു. അവസാനം 6:30 ഒരു നല്ലൊരു കിടിലം ലോഞ്ചോടുകൂടി ആ ഒരു ടീസർ ലോകത്തിന് മുമ്പേ ലോഞ്ച് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. സോ എന്തൊക്കെ തന്നെയായാലും നമുക്ക് ടെക്നോളജിയിലേക്ക് ഇറങ്ങാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഈ ഒരു മൂവി സെറ്റ് ചെയ്തിരിക്കുന്നത് 60s കാലഘട്ടത്തിലാണ്. അതായത് മെയിൻ മാർവൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഇതിനൊന്നും കോട്ടം വരാത്ത ഒരു ഇതിലാണ്, ഒരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലാണ് ഇത് നടക്കുന്നതെന്നാണ് കെവിൻ ഫൈഗി ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു ടീസർ മൊത്തത്തിൽ കണ്ടിട്ടൊരു 60s വൈബ്, ഒരു റെട്രോ വൈബാണ് നമുക്ക് ഫീൽ ചെയ്തത്. സോ ടീസർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു ലിഫ്റ്റിൻ്റെ ഒരു POV ഷോട്ടിൽ നിന്നാണ്. അവിടെ നിന്ന് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ബാക്സ്റ്റർ ബിൽഡിംഗ് ആണ്. സോ ബാക്സ്റ്റർ ബിൽഡിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പിലത്തെ 5 ഫ്ലോറുകൾ, ആ ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അവിടെ സൂസ്റ്റാം 2 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞ് വെൽക്കം ടു ദ ബാക്സ്റ്റർ ബിൽഡിംഗ് എന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ പെഡ്രോ പാസ്കലിൻ്റെ റീഡ് റിച്ചാർഡ്സിനെ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നു. സോ അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ റീഡ് റിച്ചാർഡ്സ് ആ ഗസ്റ്റുകളടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ഇവിടെ രാത്രി 7 മണിക്ക് ഡിന്നർ കഴിക്കാറുണ്ട്, അത് ഒരിക്കലും അത് മുടങ്ങാറില്ല എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് ഒരു 4:3 ഒരു ചെറിയൊരു ആസ്പെക്ട് റേഷ്യോ ആണ്. സോ മാർവൽ ലോഗോ അല്ലെങ്കിൽ മാർവൽ ഇൻട്രോ ഒരു പ്രത്യേക രീതിയിൽ എഴുതി കാണിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അതിനുശേഷം ആസ്പെക്ട് റേഷ്യോ ഫുള്ളായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ ഹെർബി റോബോട്ടിൻ്റെ ഫസ്റ്റ് ലുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ ഹെർബി എന്ന് പറയുന്നത് മറ്റേ ഹെർബി ഫുള്ളി ലോഡഡ് കാർ, ആ കാറല്ല, അതും ഡിസ്നിയുടെ തന്നെയാണ്. പക്ഷേ ഇത് എല്ലാം ക്യാപിറ്റലാണ്, HERBIE എല്ലാം ക്യാപിറ്റലാണ്. സോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹെർബി റോബോട്ടിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ ആഹാരം ഉണ്ടാക്കുകയാണ്. സോ ഈ തിങ്ങിൻ്റെ CGI ഞാനൊരു കാര്യം പറയാം, ബെസ്റ്റ് CGI ആണ്. നമ്മളതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ലീക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കൊണ്ടേക്ക് കുളമാക്കുന്നു. പക്ഷേ ഒറിജിനൽ ഫെൻറ്റാസ്റ്റിക് ഫോർ മൂവിയെക്കാട്ടും ആ ഒരു ബെസ്റ്റ് CGI തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് ഇനിയും ഈ ടീസറിൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അതിന് എല്ലാം ഡീറ്റെയിൽസ് പറയാം. പക്ഷേ തിങ്ങിൻ്റെ ആ ഒരു CGI എന്ന് പറയുന്ന സംഭവം ഒന്നും യാതൊരു വിധ തരത്തിലും മോശം പറയാനേ അതിലൊന്നും തന്നെ ഇല്ല. സോ അവിടെ നമ്മൾ ഞാൻ പറഞ്ഞാൽ അവർ നേരത്തെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സോസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ സോസ് നമ്മളെ ടേസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് ഹെർബി എടുത്ത് പറയുന്നുണ്ട്, ഇതിൽ കുറച്ച് ഗാർലിക് ആഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതത്ര അതെന്ന് വെച്ചാൽ നമ്മൾ ഹെർബിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഹെർബി എടുത്ത് പറയുന്നുണ്ട്, മോശമായതുകൊണ്ടല്ല, ഒരു ടേസ്റ്റിന് വേണ്ടി എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോർഡിലായിട്ട് നമ്മുടെ റീഡ് റിച്ചാർഡ്സ് എന്തൊക്കെ എഴുതുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ പാസ്റ്റിലോട്ട് പോകുന്നു. നമുക്ക് ഫെൻറ്റാസ്റ്റിക് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നുണ്ട്. സോ ഫെൻറ്റാസ്റ്റിക് ഫോറിന് ഇങ്ങനെ പവേഴ്സ് കിട്ടിയെന്നൊന്നും ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ആ ഒരു സ്പേസിലോട്ട് ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി പോയി അവിടെ വെച്ചിട്ട് ആക്സിഡൻറ്റ് കാരണം കോസ്മിക് റേസ് കൊണ്ടാണ് ഇവർക്കെല്ലാം പവേഴ്സ് കിട്ടിയത്, ആക്സിഡൻ്റലി പവേഴ്സ് കിട്ടിയതാണ്. സോ അവിടെ ഈ സംഭവം, അതായത് റീഡ് നമ്മളെ ഈ ഒരു സൂസ്റ്റാമിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് പറഞ്ഞിട്ടുണ്ട്, ബെൻ ആദ്യം റോക്ക് ആയിരുന്നില്ല, അല്ലെങ്കിൽ തിങ് ആയിരുന്നില്ല. സോ നമ്മുടെ ബെൻ ഉണ്ടല്ലോ, ബെൻ അഥവാ തിങ്, അദ്ദേഹത്തിന് TV തന്നെ കാണുന്നു. പാസ്റ്റ്, അതായത് ആ ഒരു മിഷന് പുറപ്പെടാൻ പോകുന്നുണ്ടല്ലോ, അതിന് ആ ഒരു ആ ഒരു ഫുട്ടേജ് TVയിൽ നമ്മുടെ ബെൻ കാണുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് പിന്നീട് റീഡിൻ്റെ വോയിസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ജോണി ഫയർ ചെയ്യുന്നില്ല, അതായത് ജോണിക്ക് പവേഴ്സ് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ സൂസ്റ്റാമിന് അത്
എന്താ പറയുക എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അപ്പോൾ സൂസ്റ്റാൻ പറയുന്നുണ്ട് ഇവരെല്ലാവരും പണ്ട് തൊട്ടേ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ അവർ കിസ് ചെയ്യുന്നൊരു സീനാണ്. കിസ് ചെയ്യുന്ന സീനിൽ വന്നിട്ട് ഇവിടെ എനിക്കൊരു തിയറി പറയാനുണ്ട്. അതായത് ഒരു തിയറി ഇപ്പം കിടന്ന് കറങ്ങുന്നുണ്ട്. നമ്മുടെ സൂസ്റ്റാം കോമിക്സിൽ വൺ ഓഫ് ദ സൂസ്റ്റാം റീഡ് റിച്ചാർഡ്സും വൺ ഓഫ് ദ എന്താ പറയുക നമ്മുടെയൊക്കെ വൺ ഓഫ് ദ ഫേവറേറ്റ് കപ്പിൾസാണ്. അത് മാത്രമല്ല ഇവർ വൺ ഓഫ് ദ എന്താ പറയുക ഏറ്റവും ലോങ് റണ്ണിങ് കപ്പിൾസാണ് മാർവൽ കോമിക്സിൽ. അപ്പോൾ ഈ ഒരു സൂസ്റ്റാം നമ്മളെ റീഡ് റിച്ചാർഡ്സിൻ്റെ കൂടെ ഇരിക്കുന്ന പവർസിന് വേണ്ടിയിട്ട് മാത്രമാണെന്നാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്. ആ ഒരു തിയറി ഇപ്പോൾ വരുന്നുണ്ട് അങ്ങനെ. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ആകാശത്ത് ഇങ്ങനെ തീ ബ്ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തെങ്കിലും ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു രംഗമാണ്. പിന്നെ നമ്മൾ 60s എന്ന വിധത്തിൽ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് കാർ കാണുന്നുണ്ട്. ഫെൻറ്റാസ്റ്റിക് കാർ എന്ന് പറയുന്നത് ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ നാമം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു വെഹിക്കിളാണ് കോമിക്സിലുള്ളത്. അവിടെ പിന്നെ നമ്മൾ ചേസ് സീനാണെന്ന് നടക്കുന്നതെന്ന് തോന്നുന്നു. ഒരുപാട് പേരിങ്ങനെ നമ്മളെ തിങ്ങും ആൾക്കാരൊക്കെ ഇങ്ങനെ ഓടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അവിടെ നിന്ന് വെച്ചിട്ട് ജോൺ മാൽക്കോവിച്ച് എന്ന് പറയുന്ന ആക്ടറിനെ നമ്മൾ കാണുന്നു. സോ ഈ ഒരു ക്യാരക്ടറിൻ്റെ മുടി ഈ ഒരു ഈ ഒരു ആക്ടർ ഏത് ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ ലോങ് ഹെയറൊക്കെ വെച്ച് ഈ ഗ്രേ ഹെയറും വെച്ചിട്ട് എൻ്റെ ഒരു മൈൻഡിൽ തോന്നുന്നത് റെഡ് ഗോസ്റ്റ് എന്ന് പറയുന്ന ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ വൺ ഓഫ് ദ ഫേമസ് വില്ലൻസ് ഒന്നാണ്. സോ ആ ഒരു ക്യാരക്ടറായിട്ടായിരിക്കാം ഈ ഒരു ആക്ടർ വരുന്നത്. പിന്നെ ഗൈസ് എൻ്റെ മോനെ പിന്നെ നമ്മൾ കാണുന്നത് വാട്ട് ദ ഫക്ക് ഗൈസ് ഗലാക്ടസ്. എനിക്ക് ഇത് പറയുമ്പോൾ തന്നെ ഐ ഫീൽ ഗോട്ടാട്ടോ. അതായത് എൻ്റെ രോമങ്ങൾ എണീറ്റ് നിൽക്കുകയാണ്. ഗലാക്ടസ് എൻ്റെ മോനെ, ദ വേൾഡ് ഈറ്റർ, ആ വില്ലൻ. നമുക്ക് അറിയാം, ഞാൻ അതിന് മുമ്പ് ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് ഗലാക്ടസ് കാസ്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഒന്നുമല്ല ഗൈസ്, ഗലാക്ടസ് MCU വന്നിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഗലാക്ടസ് ആണ്. സോ ഗലാക്ടസിന് ഈ മൂവിയിൽ എത്രത്തോളം വലിയ റോളാണെന്ന് ഈ ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ അറിയാം. ടീസറിൽ തന്നെ കാണിക്കണം. അതായത് മൂവീസിൻ്റെ ടീസറിൽ വളരെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുള്ളൂ. എന്നാൽ ടീസറിൽ തന്നെ കാണിക്കണമെങ്കിൽ ഈ ഒരു ക്യാരക്ടർ, അതായത് ഗലാക്ടസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ഒരു മൂവിയിലുണ്ടെന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ പഠിച്ചെടുത്തൂടെ. സോ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൂസ്റ്റാൻ പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നു പറയുന്നുണ്ട്. പക്ഷേ സൂസ്റ്റാം എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് സൂസ്റ്റാം ഒരു ട്രൈറ്റർ ആണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു ഫുൾ സൂട്ടപ്പ് സീനാണ്. അതായത് 4 ഫെൻറ്റാസ്റ്റിക് ഫോറിലെ മെമ്പേഴ്സും നമ്മുടെ സൂസ്റ്റാം, തിങ്, പിന്നെ ജോണി, റീഡ് റിച്ചാർഡ്സ് ഇവരെല്ലാവരും സൂട്ടപ്പ് അയക്കുന്ന ഒരു സീനാണ് കാണുന്നത്. പിന്നീട് ദ ഫെൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് എഴുതി കാണിക്കുന്നു. പിന്നീട് ആരോടുകൂടി ഈ ഒരു ടീസർ എൻഡ് ആവുകയാണ്. 25th ജൂലൈയിലാണ് ഈ ഒരു മൂവി റിലീസാവാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇനി ഈ ഒരു മാസം ഇറങ്ങാൻ ഈ 14-ാം തീയതി ഇറങ്ങാൻ പോകുന്നത് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് ആണ്. അത് കഴിഞ്ഞ് അടുത്ത് ഇറങ്ങാൻ പോകുന്നത് തണ്ടർ ബോൾട്സ് ആണ്. ഐ തിങ്ക് മെയ്യിലും കണ്ടാണ്. സോ അത് കഴിഞ്ഞ് 25th ജൂലൈയിലാണ് ഈ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് മാർവൽ പടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 2 മാർവൽ പടങ്ങൾ, ഇതിന് മുമ്പ് വരുന്ന 2 മാർവൽ പടങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതലായിരിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഈ പടമായിരിക്കാം. ഇതുവരെ ആരും ഒരു മോശം പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് ആകെ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തിങ്ങിൻ്റെ ഒരു CGI ഞാൻ വിചാരിച്ച അവർ മാർവൽ കൊണ്ടുപോയി കുളമാക്കി കളയുന്നത്. പക്ഷേ വെരി എക്സലൻ്റ് ആയിട്ടാണ് ആ ഒരു CGI ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഗലാക്ടസ് വന്നിരിക്കുകയാണ്. എനിക്കിനി പറയാൻ വയ്യ ഈ വീഡിയോ ആയിട്ട്. ഞാൻ എന്താ പറയുക, ഗലാക്ടസിൻ്റെയൊക്കെ ഒരു ഒറിജിനൽ നമുക്ക് ചെയ്യാം. സോ ഗൈസ്, ഇത്രയൊക്കെയായിരുന്നു എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളൊരു പങ്കുവയ്ക്കാനുള്ളത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോ നമുക്ക് വീണ്ടും കണ്ടിട്ടാം. അതിലെങ്കിൽ സൈനിങ് ഔട്ട് ആൻഡ് യു ആർ വാച്ചിങ് സൂപ്പർ ന്യൂസ് ടീം. നമ്മളാണ് സൂപ്പർ ഹീറോസ്.